ഞാനൊരു പ്രത്യേക സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ. ഇത് അട എല്ലാം വെന്ത് കിടക്കുകയാണ് കേട്ടോ. വെള്ളം തിളയ്ക്കുന്നുണ്ടെ അട ഇടണം. ഇതിൽ 1 കപ്പ് അടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതിന് 1 കപ്പ് തന്നെ എടുക്കണം. അപ്പോൾ ശർക്കര എല്ലാം കണക്കായി അതിട്ട് വേവാറായി, ഏകദേശം വേവാറായിട്ടുണ്ട്. ബോയിലാവാറായി. എന്താ നോക്കൂ എന്ത്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് അരിക്കാൻ പോവാം കേട്ടോ. വെള്ളം പഠിച്ച് കൊണ്ട് നമ്മളില്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളമെല്ലാം വെച്ചു. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതിൻ്റെ വെള്ളമെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കര വയ്ക്കാം. ശർക്കര വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇപ്പം ശർക്കര വേറെ ശർക്കര ഒരുക്കാനായിട്ട് വെച്ച് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം എനിക്ക് ഇത്ര ശർക്കര മതിയാവും. അല്ല ഇനി നമുക്ക് ഇതിടാം. ഇനി നമുക്ക് അവിടെ ഇടാം കേട്ടോ. ഇത് എത്ര നേരം ഇങ്ങനെ കുറേ നേരം ഈ വെള്ളം എല്ലാം അതിൽ പിടിച്ച് ഇത് ശരിക്കും ഡ്രൈ ആവണം. ഇട അങ്ങ് നല്ല ഒരു മരി അതിൽ നല്ലപോലെ മിക്സ് ആവണം. മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാലൊഴിക്കണം, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. ഇതേ നമുക്ക് കുറച്ച് പ്രയാസമുണ്ടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം എളുപ്പമാണ്. ഇതിൽ നിന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അട ഇതിൽ കിടന്ന് തേങ്ങാപ്പാലും ഇട്ടിട്ട് ഇതിപ്പോൾ എന്തുവാ ചെയ്യുന്നത്? സെക്കൻഡ് പാൽ ഒഴിക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടെ നല്ല തനിപ്പാൽ പിന്നെ ഒഴിക്കുക. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി ലാസ്റ്റ് 1 പാലുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ്. ഇനി തേർഡ് 1 കട്ട നല്ല. അത് ഫസ്റ്റ് 1 ആയിരിക്കും അല്ലേ? ആദ്യത്തെ അത് തന്നെ ഫസ്റ്റ് 1. 3 പ്രാവശ്യം ഒഴിക്കും. അപ്പോൾ 3 പ്രാവശ്യം പാൽ ഒഴിക്കും. ഫസ്റ്റ് 1 മാറ്റി വയ്ക്കും. ആദ്യത്തെ പാല് കുറച്ച് തനിപ്പാല് കട്ടിപ്പാലായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ 2 പ്രാവശ്യം ഒഴിക്കുന്ന പാല് കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കും, കുറച്ച് ലൂസ്, പിന്നെ അതെ അങ്ങനെ, പിന്നെ കുറച്ച് നല്ല ഫുൾ കട്ടിയായിട്ടുള്ള. പിന്നെ ലാസ്റ്റ് ഒഴിക്കുന്നതാണ് നമ്മൾ തനിപ്പാലെന്ന് പറയാം. ഒഴിക്കുന്ന കട്ടിയായിട്ടുള്ള കട്ടിപ്പാല്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം നെയ്യിലെല്ലാം കാഷ്നട്ടും എന്താ പറയുക മുന്തിരിയൊക്കെ വറുത്ത് ഇട്ട് ഏലക്ക പൗഡർ ഇട്ട് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിടാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പായസ പരിപാടി റെഡി. നമ്മളിനി ഫസ്റ്റ് എടുത്ത് വെച്ചിരുന്ന പാൽ ഒഴിക്കുക കേട്ടോ. കട്ടിപ്പാൽ പാൽ ഇതൊന്ന് ചൂടായാൽ മതി. അത് ഒരുപാട് തിളക്കണ്ടല്ലോ, കുറച്ച് ചൂടായാൽ മതി. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ട് തേങ്ങാക്കൊത്തും വേണമെങ്കിൽ വറുത്തിടാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നമുക്ക് ഇതിൽ വെക്കാം. പാൻ എടുത്തിട്ട് പാനിൽ വെച്ചിട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കാം അല്ലേ, കുറച്ച്. പിന്നെ നമ്മുടെ പായസം റെഡി.
നീ സീസണിങ് ചെയ്താൽ മതി. അതെ. പായസം റെഡി. പായസം എന്താ റെഡി, വാങ്ങി വെച്ച് കേട്ടോ. ഉണ്ടോ? ഇനി അതിലുള്ള ഇനി നമുക്കിതിനെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ട് വാങ്ങാം. ഗീ ഒഴിക്കാൻ പോവാം കേട്ടോ. ഈ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കാമല്ലോ, എത്ര വേണമെങ്കിലും. എത്ര വേണേലും ഒഴിക്കാം. അവരോരോ ടേസ്റ്റിനനുസരിച്ചല്ലേ. നെയ്യ് ചൂടാവുന്നു. പായസം അണ്ടിപ്പരിപ്പ് ഇടുക കേട്ടോ. ശരി, അണ്ടിപ്പരിപ്പ് എന്ത് വേണേലും ഇടാം ഇതിൽ. എന്തൊക്കെ മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് അല്ലേ? തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ. സാധാരണ ഇതിൽ 3 ആയിരുന്നു. നെയ്യും കൂടെ അങ്ങ് എടുത്ത് ഒഴിക്കുമല്ലോ. ഒന്നിച്ച് ഒഴിക്കുക. കഴിഞ്ഞു. പായസം റെഡി. പായസം റെഡി. ഇനിയിപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ലാസ്റ്റ് ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് വരുമല്ലോ. ഇനി ഇടുക കേട്ടോ. കുറച്ച് ഓക്കെ. പായസം റെഡി. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. പായസം കുടിക്കും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം അല്ലേ? എക്സലന്റ് എന്നാ പിന്നെ എന്താ വേണ്ടേ? നല്ല സൂപ്പർ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, നല്ലതെന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ? ഓക്കെ, ശരി, ബൈ.